ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജന്തർ മന്ദറിലേക്ക് പുറപ്പെടുകയാണ്. കേരള ഹൗസിൽ നിന്നാണ് പുറപ്പെടുന്നത്. കേരള ഹൗസിൽ നിന്ന് 100 മീറ്ററോളം ദൂരെയാണ് ഈ സമരപന്തൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് നേരത്തെ അനൂപ് ദാസും ബി ബാലഗോപാലും റിപ്പോർട്ട് ചെയ്ത്. അവിടേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമരത്തിന്റെ ഭാഗമാകുന്ന മറ്റ് നേതാക്കളും പുറപ്പെടുകയാണ്. മുൻനിരയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും ധനമന്ത്രി KN ബാലഗോപാലിനെയും ഒക്കെ നമുക്ക് കാണാം. ജോസ് കെ മാണിയെ നമുക്ക് മുൻനിരയിൽ കാണാം. ഇളമരം കരീം ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും ഒക്കെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി. അനൂപ്, സമരം തുടങ്ങുന്നു. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിലേക്ക് പുറപ്പെടുകയാണ്. നേരത്തെ തന്നെ അനൂപ് അവിടെ MLA-മാരുമായും മന്ത്രിമാരും ഒക്കെയായി സംസാരിക്കുമ്പോൾ വലിയ ആവേശത്തിലാണ്. ദേശീയ തലത്തിൽ സമരത്തിന് ശ്രദ്ധ നേടാനായി എന്ന പൊതു പ്രതികരണമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 11 മണിക്ക് തന്നെ സമരം തുടങ്ങാൻ പോകുന്നു. അതിന്റെ ഭാഗമായി ജന്തർ മന്ദറിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? മന്ത്രിമാർ ഉൾപ്പെടെ മുഴുവൻ MLA-മാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കേരള ഹൌസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി നയിക്കുന്നു ഈ സമരത്തെ. അതിനു മുന്നിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് MP-മാരുണ്ട്. ഇളമരം കരീം ഉൾപ്പെടെയുള്ള MP-മാരുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്. ഒപ്പം തന്നെ LDF-ന്റെ നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട് മുൻനിരയിൽ തന്നെ. ഇവർ നേരെ ഇപ്പോൾ ഏതാണ്ട് 400 മീറ്റർ ഇപ്പുറത്തുള്ള ജന്തർ മന്ദറിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക്, അതായത് മന്ത്രിമാരും MLA-മാരും മാത്രമല്ല, ഡൽഹിയിലുള്ള വിദ്യാർത്ഥികൾ കുറച്ചുപേരുണ്ട്, SFI പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ ജനസംസ്കൃതിയുടെ പ്രവർത്തകരുണ്ട്, ഒപ്പം ഡൽഹി മലയാളികളായ കുറച്ചുപേരുണ്ട്. ഇങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ ജന്തർ മന്ദറിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഈ മാർച്ച് ചെയ്യുന്ന നേതാക്കളുടെ പ്രവർത്തകരുടെ എല്ലാം കയ്യിൽ, മന്ത്രിമാരുടെയും MLA-മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ട്. കേരളം സമരം ചെയ്യുന്നു, 12,000 കോടി രൂപ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തരൂ, അതല്ലെങ്കിൽ കേരളത്തിനെതിരായ നിലപാടുകൾ, നടപടികൾ അവസാനിപ്പിക്കൂ എന്നെല്ലാം എഴുതിയ, ഇംഗ്ലീഷിൽ എഴുതിയ പ്ലക്കാർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുൻനിരയിൽ നോക്കൂ, മുൻനിരയിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഏറ്റവും മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നുണ്ട്. KN ബാലഗോപാലിനെ, ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനുണ്ട്, ഒപ്പം തന്നെ ജോസ് കെ മാണിയുണ്ട്. മുൻനിരയിൽ ബിനോയ് വിശ്വത്തെ കാണാം, ഗോവിന്ദ മാഷെ കാണാം. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സമരത്തെ നയിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ കാഴ്ചയാണ് ഒരുപക്ഷെ ഡൽഹി അടുത്ത കാലത്തെല്ലാം കണ്ട സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. കാരണം ഒരു മന്ത്രിസഭ ഒന്നാകെ, ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നാകെ, ഒപ്പം MLA-മാർ ഒരുമിച്ച്, MP-മാർ, ആ മുന്നണിയുടെ MP-മാരെല്ലാം ഒരുമിച്ച് ജന്തർ മന്ദറിലേക്ക് സമരവുമായി എത്തുന്നു. ഇന്നലെ കർണാടക സമരം നടത്തിയിരുന്നു എങ്കിലും അതിന്റെ ഒരു രൂപം ഇങ്ങനെയായിരുന്നില്ല. കെട്ടിവെച്ച സ്റ്റേജിലേക്ക് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും മന്ത്രിമാരും നേതാക്കളും എത്തുന്നു, അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ച കേരള ഹൌസിൽ നിന്ന് ഒരു മാർച്ചായി നേതാക്കൾ ഒരു മാർച്ചായി മുന്നോട്ട് പോകുന്നതിന്റെതാണ്. ഇതാ നമുക്ക് കാണാം, DMK-യുടെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് പള്ളിവേൽ ത്യാഗരാജൻ മന്ത്രി എത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഒരുമിച്ചുണ്ട് എന്ന് തമിഴ്നാട് സർക്കാർ, MK സ്റ്റാലിൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം ഇതാ കൂടെ തന്നെ ഉണ്ട്. പ്രഖ്യാപനം മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പളനിവേൽ ത്യാഗരാജൻ സമരത്തിന്റെ മുൻനിരയിൽ നടക്കുന്നതിന്റെ കാഴ്ചയുണ്ട്. വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാ ധനമന്ത്രി KN ബാലഗോപാൽ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാർ എന്നിവരെല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം നടന്ന് മുന്നോട്ട് നീങ്ങുന്നതിന്റെ കാഴ്ച. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡൽഹി ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ് എങ്കിൽ, ജന്തർ മന്ദർ ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ് എങ്കിൽ, ആ സമരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് തന്നെ പറയാൻ കഴിയും. ഇങ്ങനെ അടുത്ത കാലത്തൊന്നും ഒരു മുഖ്യമന്ത്രിയും ഡൽഹിയുടെ തെരുവിലൂടെ നടന്നു പോയി ഇങ്ങനെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് തരാനുള്ളത് തരൂ, ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ ജനപ്രതിനിധികൾ ഇടതുമുന്നണിയായി നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന ജനപ്രതിനിധികൾ സമരവുമായി എത്തിയിട്ടുള്ളത്. 400 മീറ്റർ മാത്രമാണ് കേരള ഹൌസിൽ നിന്ന് ഈ ജന്തർ മന്ദറിലെ സമരവേദിയിലേക്കുള്ള ദൂരം. ആ ദൂരം നടന്നു നീങ്ങുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും MP-മാരും, ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇടതുപക്ഷത്തുള്ള MP-മാർ. എന്തായാലും ആ പ്ലക്കാർഡുകളിലേക്ക് കൂടി നമുക്ക് നോക്കാം. കേരളം സമരം ചെയ്യുന്നു എന്ന് എല്ലാ പ്ലക്കാർഡുകളിലെയും ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്.
12,000 കോടി രൂപ നമുക്ക് ലഭിക്കാനുള്ളത്, 8,400 കോടി രൂപ ലഭിക്കാനുള്ളത്. ഒപ്പം തന്നെ കേരളത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ അവസാനിപ്പിക്കുക, കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലുന്ന നടപടികൾ അവസാനിപ്പിക്കുക, കേരളത്തെ സാമ്പത്തികമായ അവകാശങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് ഒരു പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, ഈ ഇന്നലെ കർണാടകയിൽ നടന്ന സമരത്തിന് ആ സംസ്ഥാനത്തെ നേതാക്കൾ മാത്രമായിരുന്നു മുൻനിരയിലുണ്ടായിരുന്നത്. ആ സംസ്ഥാനത്തെ നേതാക്കൾ മാത്രമായിരുന്നു സംസാരിക്കുകയും പോവുകയും എല്ലാം ചെയ്തത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട മതനിരപേക്ഷ സർക്കാരുകളുടെ എല്ലാം പിന്തുണ തേടുമെന്ന് നേരത്തെ തന്നെ CPM അറിയിച്ചതാണ്. ഒപ്പം തന്നെ സർക്കാരും അറിയിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്ത് തൊട്ടടുത്തുള്ളത് മുഖ്യമന്ത്രിയോടൊപ്പം ഈ സമരത്തിൽ നടന്ന് മുന്നോട്ട് വരുന്നത് DMK-യുടെ തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് മന്ത്രി പളനിവേൽ ത്യാഗരാജനാണ്. MK സ്റ്റാലിൻ കത്തയച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്, കേരളത്തിനൊപ്പം ഞങ്ങളുണ്ട്, പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നത്. പോരാട്ടത്തിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്നത് വെറും സംസാരം മാത്രമല്ല, ഒപ്പമുണ്ട് തെരുവിലെന്ന് പ്രഖ്യാപിക്കുകയാണ് MK സ്റ്റാലിനും DMK-യും. പളനിവേൽ ത്യാഗരാജൻ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ NCP നേതാക്കളെത്തും, ഒപ്പം JMM നേതാക്കളെത്തും, RJD നേതാക്കളെത്തും, ആം ആദ്മി പാർട്ടി നേതാക്കളെത്തും. ഇങ്ങനെ രാജ്യത്ത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുമിക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമരവേദിയായി ജന്തർ മന്ദർ ഇന്ന് മാറാൻ പോവുകയാണ്. ഇന്ത്യ സഖ്യം രൂപീകരിച്ച ശേഷം ഒരുമിച്ചൊരു വലിയ റാലി രാജ്യത്ത് എവിടെയെങ്കിലും നടത്താൻ ആ സഖ്യത്തിന് സാധിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യത്തിലെ മിക്ക പാർട്ടികളും പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയായി, രാജ്യത്തെ പ്രധാനപ്പെട്ട പരിപാടിയായി മാറാൻ പോവുകയാണ് കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിഷേധം എന്നതാണ് ഇപ്പോൾ ഈ സമരസ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വീണ്ടും സമരത്തിന്റെ മുൻനിരയിലേക്ക് കൂടി ഒന്ന് നോക്കാം. മന്ത്രിമാരുണ്ട്, എളവരം കരീം MP ഉണ്ട്, ബിനോയ് വിശ്വം, MV ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം ജോസ് കെ മാണി, KN ബാലഗോപാൽ, തൊട്ടപ്പുറത്ത് റോഷി അഗസ്റ്റിനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മധ്യത്തിൽ നിന്ന് ഈ സമരത്തെ നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വലതുഭാഗത്ത് പളനിവേൽ ത്യാഗരാജൻ, അതിനപ്പുറത്ത് MP രാജേഷ് ഉണ്ട്, രാജൻ മിനിസ്റ്ററുണ്ട്, ഒപ്പം തന്നെ V ശിവൻകുട്ടി മിനിസ്റ്റർ. ഇങ്ങനെ സീതാറാം യെച്ചൂരി ഇപ്പോൾ സമരത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമരത്തോടൊപ്പം വന്നു ചേരുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സീതാറാം യെച്ചൂരിയെ സ്വീകരിച്ച് സമരത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ കാഴ്ച കാണുന്നു. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമരം. ഇതാ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി സമരത്തിന്റെ ഭാഗമാകുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും DMK പ്രതിനിധിയും ഒപ്പം ഇപ്പോൾ സീതാറാം യെച്ചൂരിയും ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്.